ഹായ് ആഡ്ലസ്മിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അവിഗ്ന. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൺസിഡർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതായത് ഏറ്റവും ബാക്കിലുള്ള ഈ ബ്ലേർഡ് ആയിട്ടുള്ള ഏരിയ ചെയ്യാനും പിന്നെ ലീഫ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഫാമിലിയിലേക്ക് പുതിയതായിട്ട് വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതേപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പെയിൻറ്റിങ്ങിലേക്ക് കിടക്കുന്നതിൻ്റെ മുന്നേ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, എപ്പോഴും ഇൻട്രോ വീഡിയോയിൽ വരുന്ന എൻ്റെ ബാക്കിലെ പെയിൻറ്റിങ് ഒന്ന് അടുപ്പിച്ച് കാണിക്കുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതാണ് ആ പെയിൻറ്റിങ്. ഇത് ഞാൻ കുറേ മുന്നേ ചെയ്തതാണ്. ഞാനൊരു വലിയ വർക്ക് ചെയ്തപ്പോൾ എൻ്റെ ആദ്യത്തെ വലിയ വർക്കാണിത്. ബാക്കിയൊക്കെ ഞാനിപ്പോഴും ചെറിയ ചെറിയ വർക്കാണ് ചെയ്ത് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ ബിഗ് വർക്കാണിത്. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് എല്ലാത്തിനും എല്ലാ ലീഫിനും ഒരു ഡെഫിനിഷൻ കൊടുക്കാണ്ട്, അല്ലെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു ബേസ് കോട്ട് അടിക്കാൻ പറഞ്ഞിട്ടാണ് നിർത്തിയത്. അപ്പോൾ ഞാൻ ആക്ച്വലി ആ ബേസ് കോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ പല ഗ്രീൻ ഷെയ്ഡ്സ് കൊടുത്തിട്ടാണ് ഓരോ ലീഫിനെയും ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് പെർട്ടിക്കുലർ മെത്തേഡ് യൂസ് ചെയ്ത് ഫില്ല് ചെയ്തൊന്നുമല്ല, നോർമലി റാൻഡം ആയിട്ട് ഫില്ല് ചെയ്തെടുത്താണ്. അപ്പോൾ നമ്മൾ ലീഫൊക്കെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ പോവാണ്. ഏറ്റവും ബാക്കിലുള്ള ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ഏറ്റവും ബാക്കിൽ എന്താണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഡീറ്റെയിൽ ചെയ്ത് തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇത് ഇല കുറച്ച് നല്ല ഡെൻസായി തോന്നാൻ വേണ്ടിയിട്ട്, കുറച്ച് നല്ല ഡാർക്കായി തോന്നാൻ വേണ്ടിയിട്ട് ഈ ഗ്യാപ്പൊക്കെ കുറച്ചൊരു ബ്ലാക്ക് അല്ലെങ്കിൽ സാപ്പ് ഗ്രീനും ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ടൊരു കളർ കൊണ്ടാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പം കുറച്ച് ചെറിയ രണ്ട് ഇലയും തണ്ടിൻ്റെയൊക്കെ ചെറിയ ഗ്യാപ്പൊക്കെ ആണെങ്കിൽ അത് ഓൾമോസ്റ്റ് ബ്ലാക്ക് കൊണ്ട് ഫില്ല് ചെയ്യും. കാരണം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളൊരു ഇല കാണാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ജസ്റ്റ് ബ്ലാക്ക്, ചെറിയ ഗ്യാപ്പുകളൊക്കെ ബ്ലാക്ക് കൊണ്ട് തന്നെ ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലയ്ക്ക് കൊടുത്തിരിക്കുന്ന കളറിനെക്കാട്ടും കുറച്ചൊരു ഡാർക്ക് കളറായിരിക്കണം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഫില്ല് ചെയ്യുന്ന കളറുകൾ. ഇല്ലെങ്കിൽ ഇലയും ഇതും കൂടി ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇനി അതൊക്കെ കുറച്ച് ചെറിയ ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്തു. അത് ഞാൻ ഫില്ല് ചെയ്യുകയും ചെയ്തു. വലിയ ഗ്യാപ്പിൽ കുറച്ച് സ്ഥലത്ത് ഞാൻ ബ്ലേർഡ് ആക്കിയിട്ട് ഡീറ്റെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്നും കൂടി ഞാൻ നിങ്ങൾക്ക് ഒരു ഇതിനകത്ത് ചെയ്ത് കാണിച്ചു തരാം. അപ്പം നമ്മൾ ബ്ലാക്ക് കൊടുക്കുകയാണ് ഓരോ ഇതിൻ്റെ ഈ ഗ്യാപ്പിൻ്റെ ഇടയിലും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കൊരു ബ്ലേർഡ് ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു ഇലയുണ്ട്, അത് കുറച്ചൊരു ബ്ലേർഡായി തോന്നണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്തിട്ട് ആ വരുന്ന ഭാഗത്ത് കുറച്ച് നിങ്ങൾ വൈറ്റ് വേണമെങ്കിൽ വിട്ടുള്ളൂ. കാരണം ഇപ്പം ഞാനിപ്പോൾ എക്സ്ട്രാ കളർ വൈറ്റ് കൂടി ഒരു കളർ മിക്സ് ചെയ്തിട്ട് അവിടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടോ എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് കുറച്ച് ബ്ലാക്കിൻ്റെ കൂടെ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. അപ്പം ബ്ലേർഡായിട്ട് നമുക്ക് തോന്നാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഡെഫിനേഷൻ ഇല്ല, അതിനൊരു ബോർഡറോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ഔട്ടായിട്ടാണ് ആ ഒരു ഡീറ്റെയിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ലൈറ്റ് ഷെയ്ഡ്, ഇപ്പോൾ ബ്ലാക്കാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ വൈറ്റുമായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ലൈറ്റ് ഷെയ്ഡ് നമ്മൾ അടിക്കും. അതിനെ നല്ലപോലെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതുകൊണ്ടാണ് അത് വരച്ചത് വെളിങ്ങനെ അറിയാത്തത്. എന്നിട്ട് അതിനകത്തേക്ക് വീണ്ടും അതിൻ്റെ കുറച്ചും കൂടി ഒരു ലൈറ്റ് ഷെയ്ഡ് നമ്മൾ മിക്സ് ചെയ്തിട്ട് അടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഇത് ഫോം ചെയ്യുന്നത് കണ്ടോ, ഒരു ബ്ലേർഡായിട്ടൊരു സംഭവം അവിടെ ചെറുതായിട്ട് ഫോം ചെയ്യുന്നത് കണ്ടോ. ഇപ്പം അതിന് തൊട്ടപ്പുറത്ത് ഓൾറെഡി ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ആക്കിയെടുക്കാനാണ് അവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ബ്ലേർഡ് ആക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബേസ് അടിക്കുക. ബേസ് അടിച്ചതിന് ശേഷം കുറച്ച് അതിൻ്റെ ലൈറ്റ് ഷെയ്ഡ് അടിക്കുക, പിന്നെ വീണ്ടും ലൈറ്റ് ഷെയ്ഡ് അടിക്കുക. അപ്പോൾ ഈ ലൈറ്റ് ഷെയ്ഡ് അടിക്കുമ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ബ്ലെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് ഇപ്പോൾ ലൈറ്റ് ഷെയ്ഡാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ചുറ്റിനും ഒരു ഡാർക്ക് ഷെയ്ഡാണെങ്കിൽ നമ്മൾ ഈ ഡാർക്ക് ഷെയ്ഡും വെറ്റായിട്ട് വേണം, ലൈറ്റ് ഷെയ്ഡും വെറ്റായിട്ട് വേണം. എന്നാലും നമുക്ക് രണ്ടും ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. രണ്ടിൻ്റെയും ബോർഡർ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ബ്ലെൻഡ് ചെയ്യാന്ന് പറയുമ്പോഴല്ലോ നമ്മളെ ബ്രഷ് നല്ല സോഫ്റ്റായിട്ട് ജസ്റ്റ് ഈ രണ്ട് വെറ്റായിട്ടുള്ള, അപ്പം മോയ്സ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് അല്ലേ, ഇപ്പോൾ ഡാർക്കും ലൈറ്റും അവിടെ വന്നിട്ടില്ലേ, അത് രണ്ടും കൂടി നല്ല സോഫ്റ്റായിട്ട് മെല്ലെ കുറച്ചൊരു സ്പീഡിൽ, ഒരുപാട് സ്പീഡൊന്നും വേണ്ട, ജസ്റ്റ് കുറച്ച് സ്പീഡിൽ ബ്രഷിനെ സ്മൂത്തായിട്ട് നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളറ് ബ്ലെൻഡായി കിട്ടും. ഇനി ഇപ്പോൾ ഈ ബ്ലെൻഡിങ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോയിൽ, നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക, ഞാനൊരു വീഡിയോയിൽ കുറച്ചും കൂടി ബ്ലെൻഡിങ്ങിനെ ഒന്നും കൂടി ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു വീഡിയോ ചെയ്തു തരാം. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞാൽ ഇല ഡീറ്റെയിൽ ചെയ്യണം. അപ്പോൾ ഇലയ്ക്ക് നമ്മൾ ജസ്റ്റ് ബേസ് കോട്ടല്ലേ കൊടുത്തിട്ടുണ്ടായല്ലോ. അപ്പോൾ ഇല ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈറ്റും ഡാർക്കും ഒക്കെ ഇലകൾ വേണം. അപ്പോൾ നമ്മൾ അതിനകത്ത് കുറച്ച്, ഞാനിപ്പോൾ ഇവിടെ വീണ്ടും ബ്ലെൻഡിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് സാപ്പ് ഗ്രീൻ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഡീറ്റെയിൽ ചെയ്യണം. പക്ഷേ അപ്പോൾ നിങ്ങൾ കണ്ടോ, യെല്ലോനെയും സാപ്പ് ഗ്രീനെയും ബ്ലെൻഡ് ചെയ്തെടുത്തു. അപ്പം ബ്ലെൻഡ് ചെയ്തപ്പം എക്സ്ട്രാ യെല്ലോ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഇലയ്ക്ക് കുറച്ച് പാച്ചസ് ഉള്ള പോലെ വരുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് കളറിനെ കണ്ടോ, ബ്ലെൻഡ് നൈസ് സ്മൂത്തായിട്ട്
ബ്ലെൻഡ് ചെയ്യുന്നത് 2 കളറും മോയ്സ്റ്റ് ആയിരിക്കണം. നിങ്ങൾ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്നതും ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുന്നതും വെച്ചാൽ മോയ്സ്റ്റ് ആയിരിക്കണം. എന്നിട്ട് അതിനെ ജസ്റ്റ് ബ്രഷ് കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് മൂവ് ചെയ്യുമ്പോഴേക്കും അതിങ്ങനെ ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൂടെ ബ്രഷിനെ മൂവ് ചെയ്താൽ മതി, അത് ഓട്ടോമാറ്റിക്കലി ബ്ലെൻഡ് ആയിക്കോളും. ഇനി നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ബ്ലേർഡ് ആയിട്ടുള്ള എഫക്റ്റ് ഞാൻ പറഞ്ഞില്ല, അതിന് ഒരു ഡെഫിനിഷൻ ഇല്ല, ബോർഡർ ഇല്ലാത്തതിനെ കൊണ്ടാണ് അത് ബ്ലേർഡ് ആയി തോന്നുന്നത്. അപ്പോൾ നമ്മളെ ലീവ്സ് പക്ഷേ ബ്ലേർഡ് അല്ലല്ലോ, നമുക്ക് കുറച്ച് നല്ല ക്രിസ്പ് ആൻഡ് ഷാർപ്പായിരിക്കണം അതിൻ്റെ ബോർഡേഴ്സ്. അപ്പോൾ നമ്മൾ ബോർഡറിന് നമ്മൾ ലീഫിന് കൊടുത്ത കളറിനെക്കാട്ടും ഒരു ലൈറ്റ് ഷെയ്ഡ്, അതായത് വൈറ്റ് കൂടിയതോ യെല്ലോ കൂടിയൊരു ഷെയ്ഡും കൊണ്ട് ലീഫിനൊരു ബോർഡറും കൊടുക്കുക. നടുവിൽ ഒരു വെയിൻസ് ഉണ്ടാവില്ല, ആ വെയിനിന് ഒരു സെൻറ്റർ ലൈനും കൊടുക്കുക. ഞാനിവിടെ ഭയങ്കര റിയലിസ്റ്റിക് ലീഫൊന്നുമല്ല ചെയ്യുന്നത്, കാരണം കുറേ ലീഫുള്ളതിനെ കൊണ്ട് ഞാൻ ഭയങ്കര റിയലിസ്റ്റിക്കിന് പോയാൽ ഞാനിപ്പോഴൊന്നും ചെയ്തിരിക്കില്ല. അപ്പോൾ ഒരു സെമി റിയലിസ്റ്റിക് അല്ല, ഒരു നോർമൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ലീഫാണെന്ന് തോന്നുന്ന രീതിയിൽ, അതേപോലെ എനിക്ക് ചെയ്തെന്ന് പോയി ഇത് കണ്ടാൽ കുഴപ്പമില്ല, നല്ല ഒരു ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നിയ ഒരു ലെവലിലാണ് ഞാൻ നിർത്തിയത്. ഇത് ഓരോരുത്തരുടെ ഇമാജിനേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേഞ്ചസ് വരുത്താം കേട്ടോ. ഇത് എൻ്റെ ഒരു ഇമാജിനേഷനല്ല, എനിക്ക് കാണാൻ ഇഷ്ടപ്പെട്ട രീതി അല്ലെങ്കിൽ ചെയ്യാൻ എളുപ്പമുള്ള രീതിയിലുള്ള രീതിക്കാണ് ഞാൻ ഓരോന്നും ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ബേസ് കളർ കൊടുത്തു ഓൾറെഡി. അതിനുശേഷം അതിൻ്റെ 2 കളർ, ഒന്നെങ്കിൽ അതിൻ്റെ ഡാർക്ക് ഷെയ്ഡ് അല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ട് ജസ്റ്റ് നൈസായിട്ട് 2 ഷെയ്ഡ്സിനെയും ബ്ലെൻഡ് ചെയ്തെടുക്കാൻ ബ്രഷിന് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് നല്ലപോലെ മൂവ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട് 2 കളർ, നമ്മൾ എക്സ്റ്റേണലി യൂസ് ചെയ്യുന്ന 2 കളറും വെറ്റായിരിക്കണം, അതായത് മോയ്സ്റ്റ് ആയിരിക്കണം, ഡ്രൈ ആയിട്ടുള്ളതല്ല വേണ്ടത്. വെച്ചാൽ നമ്മൾ ഒരു കളർ അടിച്ച് ഉണങ്ങിയതിന് ശേഷം അടുത്ത കളർ കൊടുക്കുകയല്ല, നമ്മൾ 2 കളറും ഒരേ സമയം അറ്റ് എ ടൈം വെറ്റായിരിക്കണം, എന്നാലേ നമുക്ക് സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇത്രയും ഡീറ്റെയിലൊക്കെ ഫുൾ ചെയ്തത് ആകെ സൈസ് 4 റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ്, വേറെ ഒരു ബ്രഷും നമ്മളിവിടെ യൂസ് ചെയ്തിട്ടില്ല. അപ്പം മാക്സിമം റൗണ്ട് ബ്രഷിനെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ നമ്മൾ ലീഫൊക്കെ കംപ്ലീറ്റ് ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഫുൾ സെറ്റാക്കി. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത്, നിങ്ങൾ വൈറ്റായിട്ട് കിടക്കുന്ന ഫ്ലവേഴ്സില്ലേ, അതിനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്രിംസൺ ആണ് യൂസ് ചെയ്യുന്നത്. ക്രിംസൻ്റെ കൂടെ കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ്സിൽ ഈ പെറ്റൽസിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓരോ പെറ്റൽസ് ഇങ്ങനെ കുറച്ച് ഷെയ്ഡ് ഡിഫറൻസ് വരുമല്ലോ, അത് വരുത്താൻ വേണ്ടിയിട്ട് കുറച്ച് ബേൺഡ് അംബറാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ. ഓക്കെ, അപ്പം നമ്മൾ ക്രിംസൺ യൂസ് ചെയ്ത്, ഇപ്പം നിങ്ങൾക്ക് ഒന്നെങ്കിൽ നമ്മൾ ലീഫ് ചെയ്ത പോലെ ഫുൾ ബേസ് കോട്ട് അടിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓരോ പെറ്റലിനെ ഡീറ്റെയിൽ ചെയ്തിട്ട് ഇങ്ങനെ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ അങ്ങനെയും ചെയ്യാം. ഇത് ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സ്കെച്ച് ചെയ്തപ്പം ഞാൻ ഓൾറെഡി പെറ്റൽസിൻ്റെ ഇതൊക്കെ കറക്റ്റ് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് എളുപ്പമാണ്, കാരണം കളർ ഓരോന്നും ജസ്റ്റ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. മറ്റ് ഫുൾ ബേസ് കോട്ട് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒന്നേന്ന് ഓരോ പെറ്റൽസും വരച്ചുണ്ടാക്കി അസ്യൂം ചെയ്ത് കൊണ്ടുവരണം. ഇതിപ്പോൾ ആ പ്രശ്നമൊന്നുമില്ല, ഓൾറെഡി നമ്മൾ വരച്ച് വെച്ചതിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് കളർ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഷെയ്ഡൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഓൾറെഡി ഒരു വാട്ടർ കളർ പെയിൻറ്റിങ്ങിൽ റോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ ഫ്ലവർ ചെയ്തപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ചെയ്യുമ്പം ഓരോ പെറ്റൽസിനെ കൺസിഡർ ചെയ്തിട്ട് ചെയ്യാൻ. പക്ഷേ വാട്ടർ കളറിൻ്റെ ടെക്നീക്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇത് ആക്രിലിക്കിനാകുമ്പം നിങ്ങൾ ആക്രിലിക് ടെക്നീക്ക് യൂസ് ചെയ്യുക, പക്ഷേ അതേ കോൺസെപ്റ്റൊന്നും വലിയ വ്യത്യാസമില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഓരോ ഫ്ലവറിനെയും ഓരോ ഇതിൽ പൊസിഷൻ ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കും. അപ്പോൾ ആക്രിലിക്കിൻ്റെയൊക്കെ ബോണസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തെറ്റിക്കഴിഞ്ഞാലും അതിനെ കുറച്ച് കറക്റ്റൊക്കെ ചെയ്യാം. അതിൻ്റെ മുകളിൽ നമുക്ക് തിക്ക് പേസ്റ്റ് പോലെ പെയിൻറ്റ് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ സാധനം കാണില്ല. അപ്പം അതേ ടെക്നിക്കാണ് നമ്മളോട് യൂസ് ചെയ്യുക. ഫ്ലവറിനെ വരച്ചിട്ടാണ് അതിൻ്റെ മുകളിലാണ് നമ്മൾ ആ യെല്ലോ ഡോട്ട്സും സ്പോട്ട്സൊക്കെ വരയ്ക്കുന്നത്. അപ്പം ജസ്റ്റ് ഒന്നുമില്ല, കുറച്ച് തിക്കായിട്ട് പെയിൻറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഫ്ലവറൊക്കെ തീർത്തിട്ടുണ്ട്. ഫ്ലവറും പൂവിൻ്റെ ബഡ്ഡുകളൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പം ബഡ് വരച്ചപ്പോൾ നിങ്ങൾ കണ്ടോ, ഇലയിനെക്കാട്ടും കുറച്ചൊരു ടോൺ ലൈറ്റ് ആക്കിയിട്ടാണ് അത് വരച്ചത്. അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊത്തത്തിൽ നമ്മൾ ആ പിക്ചറിനെ നോക്കുമ്പം ഇതൊക്കെ എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഷെയ്ഡ് ഡിഫറൻസ് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഇതിനകത്ത് കണ്ടപ്പോൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ആ ബ്രാഞ്ചും കൂടി ഉണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ബ്രാഞ്ച് കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ബ്രാഞ്ച് ഒറ്റ സിംഗിൾ കളർ ആയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അതിൻ്റെ മുകളിലും അതിനും അതേപോലെ എപ്പോഴും പറയുന്ന പോലെ ലൈറ്റും ഷാഡോൻ്റെ ഇഫക്റ്റ് ഉണ്ടാവും, നമ്മളത് കൊടുക്കണം. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബേൺഡ് അമ്പറിൻ്റെ കൂടെ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ടാണ് അതിനെ ഡീറ്റെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബോർഡർ, ഇപ്പോൾ ഞാൻ അസ്യൂം ചെയ്തിരിക്കുന്നത് ടോപ്പിൽ നിന്നാണ് ലൈറ്റ് വരുന്നത്, ടോപ്പിൽ നിന്ന് അല്ലെങ്കിൽ സൈഡിൽ നിന്ന് ഒരു ആംഗിളിൽ നിന്നാണ് ലൈറ്റ് വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ മരത്തിൻ്റെ ആ ഭാഗത്തായിട്ടാണ് അതിൻ്റെ ഹൈലൈറ്റ് വരിക.
അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ലൈറ്റ് ഷെയ്ഡ് വരിക. അപ്പോൾ ലൈറ്റ് ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് ആ അമ്പറിൻ്റെ കൂടെ വൈറ്റ് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ കുറച്ച് ബ്ലെൻഡായ രീതിക്ക് വേണം അടിച്ചു കൊടുക്കാൻ. നമ്മൾ മുകളിൽ അത് ഒരു ലൈറ്റ് ഷെയ്ഡ് അടിച്ചു കഴിഞ്ഞാൽ താഴെ ഞാൻ തിരിച്ച് ഡാർക്ക് ഷെയ്ഡ് മുകളിലേക്ക് അടിക്കുകയാണ്. കാരണം ആ ജസ്റ്റ് അത് രണ്ടും കൂടി ഞാൻ നേരത്തെ പറഞ്ഞു, ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ രണ്ട് കളറും വെറ്റായിരിക്കണം. അപ്പം താഴ്ന്ന് ഡാർക്കും മുകളിൽ നിന്ന് ലൈറ്റും അടിച്ചിട്ട് രണ്ടിനും കൂടി ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതും കഴിഞ്ഞിട്ട് വേണം, ഇതിപ്പം ജസ്റ്റ് ഒരു എന്താ പറയുക അങ്ങനെ കുറച്ചൊരു ഷെയ്ഡ് വന്നു എന്നല്ലേ ഉള്ളൂ. ഇനി ഇത് ലൈറ്റ് വീണിട്ടുള്ള കുറച്ചും കൂടി ഒരു ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു തിക്കായിട്ട് വൈറ്റ് പെയിൻറ്റ് എടുത്തിട്ട് ക്രാക്കായിട്ട് അങ്ങനെ നമ്മൾ ഒറ്റ സ്ട്രെച്ചിലൊരു ലൈൻ വരയ്ക്കുകയല്ല, കുറച്ച് ബ്രേക്ക് പോലെ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നിങ്ങൾ മരം വരയ്ക്കുകയാണ്, മരത്തിൻ്റെ ഏത് ഭാഗം വരയ്ക്കുകയാണ് നിൽക്കുന്നത്, നോർമലി വലിയ ട്രങ്കുള്ള മരമൊക്കെ വരയ്ക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുക. ലൈറ്റ് വീഴുന്ന ഭാഗത്ത് കുറച്ച് ഷെയ്ഡ് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യുക, അതിന് ശേഷം കുറച്ച് തിക്കെടുത്ത് വൈറ്റ് പേസ്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ക്രാക്കായിട്ട് അവിടെ ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മളിതെല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഇത് പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോ കാണാത്തവർ അത് പോയി കാണുക. ഈ വീഡിയോയിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഒരൊറ്റ സ്ട്രെച്ചിൽ ഞാൻ ഒറ്റ വീഡിയോ ആക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിനെ പീസ് ആക്കിയിട്ട് കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ്, അതായത് ബ്ലെൻഡിങ്ങിൽ മിക്കവാറും കുറേ പേർക്ക് ഡൗട്ട്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് ഒരു ടെക്നീക്കിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടാം. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ.